പരിവേഷം മാറ്റി സൂപ്പർ ഡീലക്സ് ആയി മാറിയ നവകേരള ബസ് വീണ്ടും നാളെ സർവീസ് തുടങ്ങാനൊരുങ്ങുന്നു. ഏറെ വിമർശനങ്ങൾ ഉയർന്ന സമയക്രമവും ടിക്കറ്റ് നിരക്കും മാറ്റം വരുത്തിയാണ് ബസ് വീണ്ടും സർവീസിലെത്തുന്നത്. രാവിലെ 8:30 കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കും. സുൽത്താൻ ബത്തേരി വഴിയാണ് സർവീസ്. ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, വിവരങ്ങൾ എന്തെല്ലാം? VIP പരിവേഷം മാറ്റി സൂപ്പർ ഡീലക്സ് ആയി മാറിയ നവകേരള ബസ് വീണ്ടും നാളെ സർവീസ് തുടങ്ങാൻ ഒരുങ്ങുകയാണ്. ഏറെ വിമർശനങ്ങൾ ഈ ബസ്സിനെ ചൊല്ലി ഉയർന്നിരുന്നു. സമയക്രമം പാലിക്കുന്നില്ല, ടിക്കറ്റ് നിരക്കും അങ്ങേയറ്റമാണ്. ഇതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ബസ് വീണ്ടും സർവീസിന് എത്തുകയാണ്. രാവിലെ 8:30 കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കും. സുൽത്താൻ ബത്തേരി വഴിയാണ് സർവീസ് നടത്തുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ദിസ്ന, വിവരങ്ങൾ. ഏറെ കൊട്ടിഘോഷിച്ചാണ് നവകേരള ബസ് നിരത്തിലിറക്കിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആ നവകേരള ബസ് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമായി എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഉപയോഗിച്ചിരുന്ന ബസ് ഏറെ കൊട്ടിഘോഷിച്ചാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് അതായത് ജനകീയ പദ്ധതി എന്ന നിലയിൽ ആ ബസ് നിരത്തിലിറക്കുന്നത്. സൂപ്പർ ഡീലക്സ് AC ബസ്സായാണ് അത് ഇപ്പോൾ ഇനി നിരത്തിലിറങ്ങാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. 26 സീറ്റ് ഉണ്ടായ ബസ്സിൽ 38 സീറ്റാക്കി ഉയർത്തിയെങ്കിലും ബസ്സിനു പുറകിലുള്ള അതായത് വാഷിംഗ് ഏരിയയൊക്കെ തന്നെയും പൊളിച്ചു മാറ്റിയിട്ടുള്ള ഒരവസ്ഥയിൽ രൂപമാറ്റം വരുത്തിയിട്ടാണ് ആ ബസ് ഇപ്പോൾ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ നേരത്തെ നവകേരള ബസ് ഗരുഡ പ്രീമിയം ലക്ഷറി ബസ്സായാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിയിരുന്നത്. അത് നഷ്ടത്തിലാണ് കലാശിച്ചത്. VIP പദവി ഇല്ലാതാവുന്നതോടെ യാത്രാ നിരക്ക് കുറച്ചു എന്ന് KSRTC അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ആ ബസ്സിലെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ തന്നെയും എടുത്തു മാറ്റി സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്, നമുക്കറിയാം അതിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് 10 ലക്ഷത്തിലധികം രൂപ ചെലവായി എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഹൈഡ്രോളിക് ലിഫ്റ്റും പുറകിൽ ഓട്ടോമാറ്റിക് വാതിലുമായിരുന്നു. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒഴിവാക്കിയേക്കും എന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഏറെ കൊട്ടിഘോഷിച്ച് പുറത്തിറക്കിയ ഈ ബസിന്റെ രൂപമാറ്റം സംബന്ധിച്ച് വലിയ വിവാദമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങളാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ശരി ദിസ്ന, നാളെ നമുക്കറിയാം ഈ ബസ് ഏത് രൂപത്തിലാണ് നാളെ പുറത്തിറങ്ങാൻ പോകുന്നത് എന്ന്.